ശരിയാ. ഇപ്പോൾ കറക്റ്റായി. മധുരത്തിൻ്റെ കുറവായി. മുമ്പേ മധുരമില്ലായിരുന്നു. അപ്പം മധുരം നല്ലതായിട്ട് ഇടണം. മധുരം നല്ലതായിട്ട് വേണം. ഇനി ചെയ്യാനുള്ളത് 2 ഗ്ലാസ്. ഒരു ഗ്ലാസ്സിൽ അര നാരങ്ങ, ഒരു ഗ്ലാസ്സിൽ 2 നാരങ്ങ. എന്നിട്ട് ഇനി ടെസ്റ്റ് ചെയ്യാം. ഇത് അവിടെ ഇരിക്കട്ടെ. ഇതാകുമ്പോൾ കുടിച്ചില്ല വേറെ ഗ്ലാസ്സിലോട്ട് പോകണം. ഇത് പല നാരങ്ങകളുടെ സാധനങ്ങളാണ്, കളയാൻ ഇതല്ലേ തന്ത ഉണ്ടാക്കിയില്ലേ, ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതല്ലേ ഞാനിപ്പോൾ ഉണ്ടാക്കി. നീ പറയാൻ നേരാ. 2 ഇത് വിജയിച്ച 2 നാരങ്ങ. അത് അതോ ആരും കുടിക്കുന്നില്ല. കള നമ്മൾ പഞ്ചസാര അടിച്ചോണ്ട് അടിക്കണ്ട. ഏനാ താറേ പോയെ? ഷീറ്റിന് മേളിൽ എന്നാ വീണ? അതെന്നാ വീഴുന്ന ഷീറ്റിൻ്റെ മേളിൽ? ഷീറ്റിന് മേളിൽ എന്നാ ഈ വീഴുന്നത്? ഷീറ്റിന് മേളിൽ എന്നാ വീഴായിരിക്കുന്നത്? ഇതിനോട് ചേർത്ത് അച്ഛയുടെ ലോട്ടറി പരിപാടിയും വേണം. അച്ഛക്ക് വിൽക്കാൻ വേറെ ഒന്നും പോകണ്ട. This is business. സ്റ്റെപ്പുകൾ അതേപോലെ തന്നെ. രൂപയുടെ ഐസ് തീരുന്നുണ്ട്. ഇപ്പൊ എത്ര ഗ്ലാസ് നാരങ്ങാണോ നമ്മളെടുത്ത്? എണ്ണിയായിരുന്നോ? 2-3 ഗ്ലാസ് കാണുന്നു. 2-3 ഗ്ലാസ് എടുക്കുമ്പോൾ 30 രൂപ. ഇത് തല്ലി പൊട്ടിച്ച് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഇതായിരിക്കും. പക്ഷേ കയ്യിലൊക്കെ ഒരു ഗ്ലൗസും കൂടെ ഒക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ വൃത്തിയുള്ള ആളാണെന്നൊക്കെ ഒരു അലിഞ്ഞു തോന്നുന്നു. കൊണ്ട് ഏൽപ്പിക്കാൻ കൊണ്ട് ഞാനാണല്ലോ കണ്ടുപിടിച്ചു. നാരങ്ങയാണ് 1 ഗ്ലാസ്സിൽ 1 നാരങ്ങയാണ് നമ്മൾ ഒരെണ്ണത്തിൽ എടുക്കുന്നത്. 6 എണ്ണത്തിൽ അര നാരങ്ങ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കി പിടിച്ചു. നല്ല സ്റ്റെപ്പുകളാണ്. മുഴുവൻ പിഴിയുന്നില്ല, പകുതി പിഴിയലേ ഉള്ളൂ. അത്രേ ആകാവൂ. അത്രേ ഉള്ളൂ. അരിയുമ്പോൾ 2 നാരങ്ങ. നാരങ്ങ അരിയുമ്പോൾ നാരങ്ങ മാത്രം അരിയുക. പിഴിയുമ്പോൾ പിഴിയുന്ന മാത്രം ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്തവര് ചെയ്യുക. ഇതിൽ അര നാരങ്ങ. ഇനി പഞ്ചസാര ഇടുക. പഞ്ചസാര ഇടുമ്പോൾ പഞ്ചസാര മാത്രം ഇടുക. സ്പൂണ് വെക്കുമ്പോൾ ഇതിൻ്റെ മേളിൽ വെക്കുക. ഇടുവാണ്. 1 2 അതെ 2.5 1 2. അത് കഴിഞ്ഞ് അന്നേരം അടച്ചു വെച്ചു. ഇങ്ങോട്ട് നോക്കിപ്പിടി. വേറെ അങ്ങോട്ട് ഓടി നിറഞ്ഞെന്ന് തോന്നുന്നു. ഇങ്ങനൊന്നും നിറയുക. ഇനി കുറച്ച് വെള്ളം ഒഴിക്കും. ഇങ്ങനെ പിടിച്ചാൽ കഴിക്കണം. അല്ലാതെ ഇങ്ങനെ ഈ കൈ ഇങ്ങനെയൊന്നും അറിയില്ല. ആ ചെയ്യുന്നതിനോടൊരു ഇത് കുറച്ച് വെള്ളം. ഇപ്പം ഞാൻ കാണിച്ചത് മിസ്റ്റേക്കാണ്. കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴിക്കുക, അടിക്കുമ്പോൾ അടിക്കുക. വെള്ളം നീട്ടുക. വെള്ളം നീട്ടുന്നതിന് മുന്നേ ഐസ്
ഐസിടുമ്പോൾ എടുക്കുന്നു. ഇതൊക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കായം കിട്ടും. ആ നിൽക്കട്ടെ, അത്ര മതി. അത് ഇട്ടപ്പോൾ അതിനോട് ഇടാൻ വയ്യായിരുന്നു ഐസ്. ഇടണോ? അങ്ങനെ ഇടണം. ഐസ് ഇടുമ്പോൾ ഐസ് മാത്രമല്ല, ആണ് ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ കുറ്റമാണ്. ഇതിനകത്തിപ്പോൾ 2 മിസ്റ്റേക്ക് ഞാൻ ചെയ്യും. ഞാൻ ഇഷ്ടപ്പെട്ട് നോക്കട്ടെ, കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാം. ആദ്യം ഞാൻ ഒരു കാര്യം പറയാം. നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക, അതെങ്ങനെ വൃത്തിയോടെ ചെയ്യാം. പിന്നെ അടുത്ത സ്റ്റെപ്പ്. അല്ല എല്ലാം കൂടെ ഉണ്ടാകുന്ന നോക്കി കഴിഞ്ഞാൽ ഒന്നും ഗതി പിടിക്കുക. നീ കുടിച്ചേ. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഒരു തൃപ്തിക്ക് ഇച്ചിരിയുടെ വെള്ളം നീട്ടാം. ആ വേണ്ട മോനെ, എത്ര മതി. ന്യായമായിട്ട് വെള്ളം നീട്ടി നോക്കാം. അല്ല, അല്ലേ ഈ പഞ്ചസാര അളവ് മതി. ഇതിന്റെ അപ്പുറത്തേക്ക് നിറയ്ക്കരുത് ഒരിക്കലും. ഈ അളവിലെ വെള്ളം കൊടുക്കണം. നമുക്ക് ഒരു ഇത് വേണ്ട, ആൾക്കാർക്ക് മേടിക്കാനൊക്കെ ഒരു ഇത് വേണ്ട. കറക്റ്റ് ആണോ? നല്ല മധുരമുണ്ട്, നല്ല ഇതുണ്ട്, അത് കറക്റ്റ്. ഇതാണ് നമുക്ക് പാളിയത്. മോശമല്ല, എന്നാലും ഇതാണ് കുറച്ചുകൂടെ വീര്യം. ഇത് ഈ 2 നാരങ്ങ പിഴിയാണെങ്കിൽ നമുക്ക് ഇത് നിറച്ചു കൊടുക്കാം. അത് നിറച്ച് കൊടുക്കണ്ട. അപ്പൊ എഴുതി കിട്ടോ ഇതിനകത്ത് രുചി കൊടുക്കുന്ന സാധനം നാരങ്ങയുടെ അളവും പഞ്ചസാരയുടെ അളവും. ആ 2 സാധനത്തിന്റെ ബാലൻസ് ആണ് ഇതിന് രുചി കൊടുക്കുന്നത്. പിന്നെ പിഴിയുന്നതിന്റെ അത്രയും വെള്ളം കൊടുക്കണം. ഇത്രയും കൊടുക്കണം. 2 നാരങ്ങ പിഴിഞ്ഞാൽ ഇത്രയും കൊടുക്കാം. അത്ര വെള്ളമൊന്നും ആരും കൊടുക്കുകയാണ്, നാരങ്ങ വെള്ളം. നിങ്ങൾ നാരങ്ങ വെള്ളം അല്ല, സോഡ നമ്മൾ കൊടുക്കുമ്പോൾ സോഡ ഇത് കഴിഞ്ഞാലും ബാക്കിയാണ്. ആ സോഡ തീരുന്നവരെ ഇതിൻ്റെ അകത്ത് പിഴിയും. ഇത് കൊള്ളാം. പെർഫെക്റ്റ് നാരങ്ങ വെള്ളം. ഇപ്പോഴാണ് പെർഫെക്റ്റ് നാരങ്ങ വെള്ളം. എത്ര അതിനകത്ത്? 1 നാരങ്ങ. അതിൻ്റെ അകത്ത് 2 നാരങ്ങ 2.5 സ്പൂൺ പഞ്ചസാര പൊടിച്ചത്. അതിനകത്തോ? ഇതിനകത്ത് 1/2 നാരങ്ങ 2 സ്പൂൺ പഞ്ചസാര. അതെങ്ങനെ ഉണ്ട്? അതാ അതിൻ്റെ ശരി. ഇത് ഇച്ചിരി ലൈറ്റ് ആയിട്ട് തോന്നുന്നു. അത് മതി. 2 നാരങ്ങ സാധനം കൊള്ളാവോ? തരക്കേടില്ല. നമുക്ക് വേണം പഞ്ചസാരയുടെ അളവ് ഇച്ചിരി കൂട്ടി. കൂടുതൽ. 2 സ്പൂൺ എന്നുള്ളത് നമ്മൾ 3 സ്പൂണാണ്. കൂട്ടി നോക്കി. മധുരം കുറയ്ക്കാൻ പറ്റിയല്ല. മധുരം ഒരു ഇതും ചെയ്യാൻ പറ്റില്ല. 2 നാരങ്ങ ആയാലും ഒരു ഗ്ലാസ് നാരങ്ങ. ഞാനും കൂടെ അയച്ചില്ല. മധുരം നീട്ടിയിട്ട് ഇതിമ്മ വെള്ളം നല്ലതാണോന്ന് ചോദിച്ചാൽ പക്ഷെ ഒരു ഫിനിഷിങ് ഇല്ല. ഇത് രണ്ടും ഒന്ന് കുടിച്ചു നോക്കി, ഇതിലറിയാം പരിപാടി. ഈ 2 എണ്ണം മാറി മാറി ഒന്ന് കുടിച്ചു, അതിലറിയാം കളി. അത് കട്ടിയാ ഇത്. ഇത് ഭയങ്കര കട്ടിയാ. ഇത്രയും നാരങ്ങയുള്ള ആരും കുടിക്കുകയില്ല. അത് കട്ടി തീരെ കുറഞ്ഞു. ഇതാ നാരങ്ങ വെള്ളം. ഇത് ഭയങ്കര കട്ടിയാ. അതാരും കുടിക്കുകയില്ല. അങ്ങനെ കുടിക്കുകയല്ല. ഭയങ്കര പുളിയാ, ഭയങ്കര കട്ടിയാ, ഇനി കടുപ്പുവാ. അത് സോഫ്റ്റാ. അത് കുടിക്കാം. തീരെ ലൈറ്റ് ആണ്. ഇതാ അങ്ങനെ പറ്റുള്ളൂ. കട്ടി നോക്കിയല്ല, അടി മധുരമാ. ഇച്ചിരി മധുരം കൂടെ വേണം അതിന്. അപ്പം പഞ്ചസാരയാണ് നമ്മൾ കൂട്ടേണ്ടത്. പഞ്ചസാര ശരിക്കും കൂട്ടണം. അപ്പം 3 സ്പൂൺ ഇപ്പോൾ ഇട്ടു. 4ാമത്തെ സ്പൂൺ ഇട്ടു. അതിന് നല്ലത് ആ ഒരു സ്പൂൺ കിട്ടുന്നു. അങ്ങനെ നമ്മൾ കൊടുത്താൽ നമുക്ക് എന്നാ ഗുണം? പഞ്ചസാര ശരിക്കും ചിലവാകുമല്ലോ. എന്നാണ് നമ്മൾ നോക്കാം. ഒരു കാര്യം നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ നമ്മൾ ആലോചിക്കണം എവിടെ നമുക്കിത് പിടിക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ ലായനിയാക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് കാണുമായിരിക്കും. മധുരം 4 സ്പൂൺ. ഞാൻ പോയി 2 സോഡ മേടിക്കാൻ. സോഡ വേണ്ട, ഇനി സോഡാക്കി. അല്ല, മറ്റേ സോഡ. എടാ, ഒരു സോഡ കുപ്പി നമുക്ക് കിട്ടിയാൽ മതി. വെള്ളം നിറച്ച് സോഡ